ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ട് സദ്യ സ്റ്റൈലിലുള്ള പൈനാപ്പിൾ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പൈനാപ്പിൾ പ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറോട് കൂടിയൊക്കെ ഇത് മാറുക. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇതിൻ്റെ ഈ ഒരു തലഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ പൈനാപ്പിൾ നല്ലത് തന്നെയാണ്. അപ്പോൾ കേടുള്ള എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് മാറ്റാം കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പ്രഥമൻ നന്നായിട്ട് മാറില്ല. ഇനി അതിനുശേഷം ഞാനിതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. അതിനുശേഷം തോല് കളഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ടൈപ്പിലുള്ള പായസങ്ങളുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അടപ്രഥമൻ, അതുപോലെ സേമിയ പായസം, പഴം പ്രഥമൻ, പിന്നെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള പാലട, അങ്ങനെ. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ പിൻഡ് കമൻ്റായിട്ടോ കൊടുക്കാം. കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇതിൻ്റെ തൊലി മുഴുവനായിട്ട്. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് പോർഷൻ കാണുന്നുണ്ടല്ലോ, അതൊന്ന് നമുക്ക് മുറിച്ച് മാറ്റാം. അത് വേണ്ട, അത് ഇപ്പോൾ ഏത് റെസിപ്പിക്കാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ പ്രഥമന് വേണ്ടിയിട്ട് എപ്പോഴും പൈനാപ്പിൾ മുറിച്ചെടുക്കുമ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ നടുവിലുള്ള ഈ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മുറിച്ച് മാറ്റണം. അത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. അതിനുശേഷം ഇതുപോലെ കനം കുറച്ചൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം എത്രയ്ക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമോ അത്ര ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുക. വലിയ കഷ്ണങ്ങൾ ഒരിക്കലും നന്നായിട്ട് വരില്ല. ഈ ഒരു പ്രഥമന് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കണം, ഇത് മുഴുവനായിട്ട് തന്നെ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പൈനാപ്പിളിന് അത്യാവശ്യം കുക്കിംഗ് ടൈം ഉണ്ട്. നന്നായിട്ട് തന്നെ പൈനാപ്പിൾ വെന്ത് വരണം. അപ്പോഴായിരിക്കും പൈനാപ്പിൾ പ്രഥമൻ നല്ല ടേസ്റ്റി ആയിട്ട് മാറുക. വെന്തില്ലെങ്കിൽ നന്നായിട്ട് വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തെടുക്കുക. ഒരു 3-4 വിസിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. പിന്നെ പൈനാപ്പിളായ കാരണം എത്രയ്ക്ക് കുക്കായാലും അത് ഉടഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി, കരിഞ്ഞൊന്നും പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പൈനാപ്പിൾ കുക്കായിട്ട് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് 400 ഗ്രാം ശർക്കരയാണ് ആവശ്യം. 350 ഗ്രാം മുതൽ 400 ഗ്രാം വരെ നമ്മുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം നിങ്ങൾ ഒഴിച്ചിട്ട് ശർക്കര ഒരിക്കലും ഉരുക്കിയെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ വെള്ളം മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയമെടുക്കും പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് ശർക്കര ഉരുക്കിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇതിവിടെ ഇരുന്നിട്ട് ഒന്ന് ഉരുക്കി വന്നോട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ കുക്കായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ കുക്കായിട്ട് വരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജ്യൂസൊക്കെ പുറത്തോട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം തന്നെ മതിയായിരിക്കും. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണത്. അപ്പോൾ പെട്ടെന്ന് വെള്ളം അങ്ങനെ ഡ്രൈ ആയി പോവൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് പകുതി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പകുതി ഭാഗം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ പ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ തീരെ തിക്നെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ കുറച്ചും കൂടി നല്ല ഫ്ലേവറോട് കൂടിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഒന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചിട്ട് ഈ സെയിം കടായിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേസ്റ്റ് ആയിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ തരികളോട് കൂടി അരച്ചെടുത്താൽ മതി. ഇനി ഈ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ നെയ്യിൽ നല്ലപോലെ ഈ പൈനാപ്പിൾ വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. കുറച്ച് സമയം നമുക്ക് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനായിരിക്കും നന്നായിട്ട് തന്നെ ഇത് മാറുക കേട്ടോ. ഞാനിതൊരു 8-10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ച് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കര നീര് ഉരുക്കി വന്നിട്ടുണ്ടോ നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര നീരിൻ്റെ അളവിൽ, അതായത് മധുരത്തിൻ്റെ അളവിൽ എന്തെങ്കിലും സംശയം തോന്നണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഒഴിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മധുരം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശർക്കര നീര് എപ്പോഴും അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം പിന്നെ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിനും നല്ല കളർ ഉണ്ടായിരിക്കും. നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലുള്ള ശർക്കര കിട്ടണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. ഇനി ഈ ശർക്കര നീരിൽ നമുക്ക് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ഈ പൈനാപ്പിൾ കഷ്ണങ്ങളിൽ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചു വരും. അപ്പോൾ തന്നെയായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് മാറും. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാമെന്നൊക്കെ പറയില്ലേ നമ്മൾ, അടപ്രഥമനൊക്കെ വേണ്ടിയിട്ട് അടയൊക്കെ വഴറ്റിയെടുക്കില്ലേ, ആ സെയിം രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് സമയം എടുക്കുന്നു മാത്രം. പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഹാർഡായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരിത് നന്നായിട്ടൊന്ന് പിടിച്ച് വരണ ആ ഒരു സമയം വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കുക, അതായത് നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയത്ത് രണ്ടാം പാലിൽ ശർക്കര ഉരുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് സമയമില്ലാതെ പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അത്രയും സമയം നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. കണ്ടില്ലേ? ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലുള്ള പൈനാപ്പിൾ പ്രഥമനൊക്കെ സാധാരണ രീതിയിൽ നാളികേരപ്പാലിൽ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുക. ഞാനിവിടെ 3.5 കപ്പ് അളവിൽ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ നാളികേരാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നാളികേരപ്പാൽ, അതായത് നല്ല കട്ടിയോട് കൂടിയ നാളികേരപ്പാൽ തന്നെ ഉണ്ടാകുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. അപ്പോൾ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറേശ്ശെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം മിക്സ് ചെയ്യുക, പിന്നെ വീണ്ടും ഒഴിക്കുക. ആ ഒരു രീതിയിൽ ഈ ഒരു നാളികേരപ്പാൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള പൈനാപ്പിൾ പ്രഥമനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതിൽ കുറുകാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചവ്വരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പൈനാപ്പിൾ പ്രഥമൻ കുറുകി വരും. പക്ഷേ ഞാനതൊന്നും ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് അളവിൽ നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട. പക്ഷേ നാളികേരം അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ പൈനാപ്പിൾ പ്രഥമൻ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. പക്ഷേ ഒരുപാട് വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കില്ല. ഒരുപാട് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരുപാട് സമയം വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ച് എടുക്കണം. കാരണം ഇതുപോലുള്ള പൈനാപ്പിൾ പ്രഥമനൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി. ഞാൻ കുറച്ചും കൂടിയും ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 400 ഗ്രാം അല്ലെങ്കിൽ 350 ഗ്രാം മുതൽ ഒരു 400 ഗ്രാം വരെയൊക്കെ മതിയാവും ശർക്കര. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താട്ടോ. ഇനി നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരും. കുറച്ച് സമയം എടുക്കും ഇതുപോലെ കുറുകി വരണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ ഇത്രയും തിക്കായിട്ട് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വെള്ളം പോലെ ഇരിക്കും പായസം. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു കളറും വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഒന്നാം പാലും അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു പൈനാപ്പിൾ പ്രഥമൻ മാറും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനൊരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്കിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ചുക്ക് വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിക്കായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല്, അതായത് നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിത് 1.5 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ 250 ml കപ്പിൽ തന്നെയായിരുന്നു കേട്ടോ എടുത്തിരുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായിട്ട് തന്നെ വന്നാൽ മതി. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അത്രേ തന്നെ മതി. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ പ്രഥമൻ കണ്ടില്ലേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കണ സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. കുറച്ച് ലൂസായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് തിക്കായിട്ട് മാറും. നമുക്ക് പായസം കുടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് കട്ടിയായിട്ട് തന്നെ മാറും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് മതി. അതുപോലെ പൈനാപ്പിൾ പ്രഥമൻ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ മുഴുവനായിട്ട് അരച്ചെടുത്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ പോലെ ഇട്ടിട്ടുണ്ട്, കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കാഷ്നറ്റും അതുപോലെ കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂണൊക്കെ വരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നെയ്യൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 10-15 കാഷ്നറ്റ് ഇട്ടിട്ട്
ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കളറ് മാറി വരുന്ന ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ കിസ്മിസ് കൂടി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വീർത്ത് വരണ വരെ, അതായത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം എന്നൊക്കെ പറയുന്നത് പൈനാപ്പിളിൻ്റെ സീസൺ അല്ലേ. എനിക്ക് തോന്നുന്നു നല്ല വിലക്കുറവാണ് പൈനാപ്പിളിന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷുവിൻ്റെ സമയത്തൊക്കെ പൈനാപ്പിൾ പ്രഥമൻ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പൈനാപ്പിൾ പ്രഥമനിലേക്ക് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് ഇരിക്കും തോറും തിക്കായിട്ട് തന്നെ വരും. ഇപ്പം നേരത്തെ ഇതിനേക്കാളും ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് തന്നെ മാറുണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ചൂടോടുകൂടി വേണമെങ്കിൽ ചൂടോടുകൂടി കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. ഈ ഒരു പൈനാപ്പിൾ പ്രഥമൻ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നാളികേരപ്പാൽ എടുക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളിയിലേക്ക് ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടി സമയം എടുക്കുക. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതെന്ന് പറയുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് അളവിലൊക്കെ ആകുമ്പോഴല്ലേ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പായസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷുവിന് പൈനാപ്പിൾ പ്രഥമൻ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ. പിന്നെ എന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.